റാണി ഉറുമ്പുകൾക്ക് സാധാരണ ഇതിൽ 3 പതിറ്റാണ്ട് വരെ ജീവിക്കാൻ സാധിക്കും. ഒന്ന് ആലോചിക്കുക, ഒരു ഉറുമ്പ് ഒരു 30 വർഷമൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിങ്. ഇത് മറ്റു പല പ്രാണികളെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉറുമ്പായിട്ട് കണക്കാക്കുന്നത് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ആമസോൺ കാട്ടിൽ നിന്നാണ്. ഡിനോപ്നെറ ജൈജാന്റിയാണ് അതിന്റെ പേര്. 4 സെന്റിമീറ്ററോളം ഈ ഒരു ഉറുമ്പിന് നീളം വെക്കാറുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള ഭൂമിയിലെ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉറുമ്പുകളെ കണ്ടുവരുന്നുണ്ട്. നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ചെറിയ കറുത്ത നിറത്തിലുള്ള ഉറുമ്പുകൾ ഉണ്ടല്ലോ, ഇവർക്ക് നായ്ക്കളേക്കാൾ ലൈഫ് സ്പാൻ ഉണ്ട്. അതായത് 15 വർഷത്തിൽ കൂടുതലാണ് ഇവരുടെ ആയുസ്. ഒരു കോളനിയിലെ രാജ്ഞി ഉറുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു കോളനിയിലെ മറ്റെല്ലാ ഉറുമ്പുകളും തന്നെ മരിക്കുന്നതായിരിക്കും. ഉറുമ്പുകൾക്ക് ആക്ച്വലി ചെവികളില്ല കേട്ടോ, മറിച്ച് അവർക്ക് ആക്ച്വലി ഒരു കോർഡോട്ടോണൽ ഓർഗൻ എന്ന് പറഞ്ഞ കുറച്ച് മുടികളാണ് ഉള്ളത്. ഇത് വെറുതെ തലയിലും വെറുതെ കാൽമലും ആൻജിനയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സെൻസറി ഓർഗൻ തന്നെയാണ്. അത് വൈബ്രേഷൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വൈബ്രേഷൻ ഡിറ്റക്റ്റാണ് ഇവർക്ക് ശബ്ദങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ശ്വാസകോശമില്ല. ഇവരുടെ ശരീരത്തിൽ 10 പേരോളം ദ്വാരങ്ങളുണ്ട്. സ്പൈറക്കിൾസ് എന്നാണ് ആ ഒരു ഹോൾസിനെ വിളിക്കുക. ഈ ഒരു ദ്വാരത്തിലൂടെ ഒരു ശ്വാസം ഉള്ളോട്ട് എടുക്കും, ഓക്സിജൻ ഉള്ളോട്ട് എടുക്കും, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളും. ഉറുമ്പുകളുടെ വേഗതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉറുമ്പിന് മനുഷ്യന്റെ വലിപ്പം ഉണ്ടെങ്കിൽ അവർക്ക് കുതിരയേക്കാൾ വേഗതയിൽ ഓടാൻ സാധിക്കുന്നതാണ് കണക്കാക്കുന്നത്.